നമ്മൾ എന്തിനാണ് ഒരു ഉടമ്പടി ജീവിതം അഥവാ ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഫസ്റ്റ് ആൻസർ എൻ്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇണപിരിയാത്ത ദൈവവുമായിട്ടൊരു ആത്മബന്ധത്തിനാണ്. ദിസ് മേ ബി ദ കറക്റ്റ് ആൻസർ. ഞാൻ ഒത്തിരി ആലോചിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇത് പറയണേ. എൻ്റെ ഓളോടെ സ്ഥലം പറയണതല്ല. വെളുപ്പിനെ 3:30 മണിക്ക് എഴുന്നേറ്റതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി വീണ്ടും വിചാരങ്ങളുണ്ടാവും. ആൾക്കാരുടെ അനുഭവങ്ങളാണല്ലേ ഈ സാക്ഷ്യങ്ങളായിട്ട് ആൾക്കാർ പറയണത്. അപ്പോഴും നമ്മൾ സാധാരണ ഒരു ധ്യാനകേന്ദ്രങ്ങളിൽ ആൾക്കാർ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവങ്ങൾക്കുള്ളിലെ അനുഭവങ്ങൾ ആൾക്കാർ പറയും. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അതാണ്. അനുഭവങ്ങൾ ജോലി കിട്ടി, വീട് കിട്ടി, ജപ്തി മാറി, അതുപോലെ തന്നെ കേസ് മാറി എന്നൊക്കെ പറയുന്ന ഈ പൊതുവെയുള്ള അതിൻ്റെ പുറമേ കാണുന്ന ഒരു ഇങ്ങനെ പൊന്തിക്കിടക്കുന്ന കുറച്ച് നമുക്ക് കാണാവുന്ന അനുഭവങ്ങളെക്കാളുപരി അനുഭവങ്ങൾക്കുള്ളിൽ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ അടിയൊഴുക്ക് പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു അന്തർഭൗമ പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് ദൈവാനുഭവം എന്ന് തന്നെയാണ്. ദൈവാനുഭവം. അപ്പം ജീവിതാനുഭവവും നമുക്ക് ഭൗതികമായ അനുഭവവും ആത്മീയമായ അനുഭവങ്ങളും ഉടമ്പടിയിലുണ്ട്. ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങൾ കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമുക്ക് ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗബന്ധിയാണല്ലോ. നിയോഗബന്ധിയാണ്. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജീവിത സമ്മർദ്ദം വരുമ്പോഴാണ്, നമുക്കത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂട്ട് പരിശുദ്ധ അമ്മയിലൂടെ നേടിയെടുക്കുകയാണ്. ചിലപ്പോൾ ജോലികൾ നീണ്ടുപോവുകയും വരുമാനം ഇല്ലാതെ വരികയും മാസങ്ങളോളം വരുമാനം ഇല്ലാതെ വരുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ കറണ്ട് ചാർജ് കൂടും. ചിലപ്പോൾ വാടക താമസിക്കണമെങ്കിൽ ഉടയക്കാർ ഇറങ്ങാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. ഒരു സംശയമില്ല കാര്യം. നമുക്ക് ഒറ്റക്ക് താങ്ങിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്കൊരു സഹായം കിട്ടാനാണ്. കാര്യം ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് അത് തന്നെയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് വെച്ചാണ് തുടങ്ങണത്. വീഞ്ഞെന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യമൊന്നുമല്ല, കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയ വിഷയമാണ്. ജീവിതത്തിൽ ചില ഭൗതികമായ സാഹചര്യങ്ങൾ തീർന്നു പോകുമ്പോൾ സാമ്പത്തികം, ജോലി, ആരോഗ്യം, അതുപോലെ തന്നെ സമാധാനം, വീടില്ലാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മൾ കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരും ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾക്കുള്ള സ്വാധീനങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ മെരിറ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അകപ്പെട്ട് നിൽക്കണ പോലെ തോന്നും. ആരും നമ്മളെ സഹായിക്കാനില്ല. പിന്നെ വേറെയും ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. എന്താണ്? നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ നമ്മുടെ കൂടെ നടക്കുന്ന ബന്ധുക്കളും സ്വന്തപ്പെട്ടവർ പോലും നമുക്ക് രക്ഷപ്പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ മോന്ത മാറും പെട്ടെന്ന് അവരിങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാര്യം തിരിച്ചറിയും. എന്താണ്? എല്ലാവരും ഉണ്ട്, ആരും ഇല്ല. അത് കറക്റ്റാണ്. അത് നീ പെട്ടെന്ന് ഞാൻ പറയണത് നിങ്ങൾ എപ്പോഴും പെട്ടെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ചില ആൾക്കാർ വയസ്സായാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ ഒരു 10-25 വയസ്സിനുള്ളിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഉണ്ട്, പക്ഷേ ബേസിക്കായിട്ട് ആരുമില്ല. അത് നമ്മൾ 25 വയസ്സിനുള്ളിൽ തിരിച്ചറിയണം. ചില പൊട്ടന്മാർ അത് 70 വയസ്സാകുമ്പോഴൊക്കെ തിരിച്ചറിയണം. അപ്പോൾ കയ്യിൽ നിന്നെല്ലാം പോയി പോകും. കയ്യിൽ നിന്ന് എല്ലാം പോയി പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചു? ഞാൻ പണവും പൊന്നുമൊന്നുമല്ല, മറിച്ച് ദൈവം. അപ്പോൾ ഈ നെടുമ്പാശ്ശേരിയില്ലേ, ഞാനെപ്പോഴും നെടുമ്പാശ്ശേരി ചെല്ലുമ്പോൾ ആ ടെർമിനൽ 3 കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. ടെർമിനൽ 3 എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആണ്, മറ്റേ ഡൊമസ്റ്റിക്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ
ആക്കാൻ വരുന്നവർ ഭയങ്കര പിരിഞ്ഞു പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുകയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയും അങ്ങനെ കുറേ സീനുണ്ട്. ഇനി അവിടെ തിരിച്ച് നമ്മളെ ടെർമിനൽ 3 വന്നിറങ്ങുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നവർ അത്യാഹ്ലാദത്തോട് വരികയും അതുപോലെ തന്നെ കെട്ടിപ്പിടുത്തവും ചിരിയും സന്തോഷവും വേറെ സംഭവമുണ്ട്. അപ്പം ഞാനിതൊക്കെ എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്തെല്ലാം ചെറിയ മൂമെൻറ്റ്സ് പോലും ശ്രദ്ധിക്കും, ഓരോരുത്തർ എന്തെങ്ങനെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ചില ആൾക്കാരുണ്ട് ഒറ്റക്ക് വരും, ഒറ്റക്ക് പോകും. അവരെ കൊണ്ടുവന്നാക്കാനും ആരുമില്ല, കെട്ടിപ്പിടിക്കാനും ആരുമില്ല. അവർ വരുമ്പോൾ സ്വീകരിക്കാനും ആരുമില്ല. ഞാൻ എപ്പോഴും ടാർഗറ്റ് ചെയ്യണത് ആ ഒരു സിറ്റുവേഷനെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും തോന്നും, ഈ ഉടമ്പടി നമ്മൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പം ചിലരെ കൊണ്ടുവന്ന് ആക്കാൻ, പണ്ടൊക്കെ നമ്മളുടെ ഈ പ്രായം നമ്മൾ കയറുന്നതനുസരിച്ച് കൊണ്ട് പല പല എക്സ്പീരിയൻസ് അല്ലേ ആൾക്കാർക്ക്. ചോക്ലേറ്റ് എക്സ്പീരിയൻസായി. 22 വയസ്സ് വരെ ഉള്ളതെല്ലാം ചുമ്മാ ചോക്ലേറ്റ് എക്സ്പീരിയൻസാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോഴൊക്കെ നല്ല രുചിയൊക്കെ തോന്നും, മധുരം ഉണ്ടാവും. കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ കിഡ്നിയും പോയെന്ന് വരും. ചോക്ലേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പനുണ്ട് ആങ്ങളെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഒരു പ്രായത്തിൽ നമ്മൾ ഇവരുടെയൊക്കെ സ്നേഹം അത് സത്യസന്ധമായ സ്നേഹമാണ്, ഒരു സംശയമില്ല. അപ്പൻ്റെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ സ്നേഹമാണ്, അതിൻ്റെ ഒരു ഡൗട്ടും ഇല്ല. അമ്മയുടെ സ്നേഹവും സത്യസന്ധമായ സ്നേഹമാണ്. ആങ്ങളമാരുടെ സ്നേഹവും പെങ്ങന്മാരുടെ സ്നേഹവും എല്ലാം, ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാ സ്നേഹങ്ങളും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സത്യസന്ധമായ സ്നേഹങ്ങളാണ്. അതിൻ്റെ അകത്ത് യാതൊരു കലർപ്പുമില്ല. ഇൻ കേസ് ചില അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചലിക്കുമെന്നുണ്ടെങ്കിലും ബേസിക് ലവ് ഫണ്ടമെൻ്റൽ ലവ് ആണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഇതൊരു പതയാണ് ശരിക്കും. എന്നുവെച്ചാൽ നമ്മൾ പ്രായമാകുന്നതോടുകൂടി ഈ ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ നമ്മൾ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോകും. ഒന്നെങ്കിൽ നമ്മളെ പിരിഞ്ഞു പോകും, കല്യാണം കഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ജോലി കിട്ടി, നമ്മൾ ട്രാൻസ്ഫറായി, നമ്മുടെ ജോലിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി വേറെ ഒരു രാജ്യത്ത് പോയി, വേറെ ഒരു സംസ്ഥാനത്ത് പോയി നമ്മൾ പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ അപ്പനില്ല. അപ്പൻ നമുക്ക് ചങ്കടിപ്പ് വരും. കാര്യമാണ് അപ്പൻ്റെ ദൗത്യം പൂർത്തിയാക്കി കർത്താവിലേക്ക് തിരിച്ചു പോയി കാണും. ഏതെങ്കിലും ഒരു കാലത്ത് അപ്പൻ്റെ മരണത്തിന് നമ്മൾ വന്നിറങ്ങേണ്ടി വരുന്നിടുമ്പോൾ ശരിയില്ലേ, ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു നിങ്ങൾക്കുണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ആ സമയത്താണ് അയ്യോ പൊത്തൊന്നും നിലവിളിക്കുന്നത്. നിങ്ങൾ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഒരു 25-30 വർഷം മുമ്പിലിട്ടിട്ട് മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഇന്ന കാര്യങ്ങൾ 35 വർഷത്തിൽ നടക്കും. ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് അല്ലെങ്കിൽ ദൈവം എന്നോട് അങ്ങനെ ചെയ്ത്, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു വെച്ചാൽ ഇമോഷണൽ ജീവികൾ ആവശ്യമില്ലാത്ത രീതിയിൽ വിഷയം സെൻറ്റിയാക്കി കളയും. അങ്ങനെ അപ്പോൾ അത് ആധ്യാത്മിക ജീവിതത്തെ ബാധിക്കും. അപ്പോൾ ഈശോയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്, ഞാനത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവെന്ന് ഈശോ പറയും. ചില ക്ലേശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും, നിങ്ങൾ ആ സമയത്ത് കൈയും കാലും വിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അത് ഈശോ പറയും. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വെച്ചേക്കുന്നത് നല്ലതാണ്, അറിഞ്ഞു വെക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധ്യാത്മികമായ കാലാവസ്ഥകൾ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പുറമേ കാണുന്ന ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ താഴെ ഉടമ്പടി ഉദ്ദേശിക്കുന്ന ഒരു ദൈവാനുഭവമുണ്ട്. ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആ ഉടമ്പടി ഉദ്ദേശിക്കുന്ന ദൈവാനുഭവത്തിലേക്ക് നിങ്ങളെ ലാൻഡ് ചെയ്യുകയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി, വീട്, വിവാഹം, ജപ്തി എന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ അകത്ത് ഈ പുറമെ ആദ്യം കാണുന്ന വിഷയങ്ങൾക്ക് നമുക്ക് പ്രയോറിറ്റി, എംഫസിസ് കുറഞ്ഞു വരണം. എന്താ കാര്യം? ഉടമ്പടിയുടെ ബേസിക് പ്രോമിസ് എന്ന് പറയുന്നത് ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. അപ്പം അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബൈബിൾ അവസാനിക്കുമ്പോൾ ഈശോ പറയാൻ മറക്കാത്തൊരു കാര്യമാണ്. ബൈബിൾ അവസാനിക്കുമ്പോൾ ഈശോ പറയാൻ മറക്കാത്തൊരു കാര്യമാണ്. എന്താണ്? ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. എന്നുവെച്ചാൽ കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.
അപ്പോഴീ ലാസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? ഈ ലാസ്റ്റ് പലപ്പോഴും ആരും കൂടെ ഉണ്ടാകാത്തൊരു സമയമാണ്. ലാസ്റ്റില്ലേ, ബൈബിൾ വളരെ ലാസ്റ്റ് എല്ലാത്തിൻ്റെയും. ഇപ്പം ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ഭയങ്കര സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ അധികം എനിക്ക് വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. ഞാൻ നിങ്ങൾ ഇൻ്റർവെല്ല് വരെയുള്ള കോമഡി കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. ഇൻ്റർവെല്ല് കഴിയുമ്പോഴാണല്ലോ പടം ട്രാജിക്കിലേക്ക് പോണത്. അത് അവസാനം വരുമ്പോൾ മാത്രമല്ല ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അവസാനിക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ മിണ്ടത്തില്ല. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോകുല കൃഷ്ണൻ എന്നും പറഞ്ഞൊരു ജർമ്മൻ സ്കോളർ, അവർ ജർമ്മനിൽ PhD വെച്ചെടുക്കണം, കൊല്ലത്തുകാരത്തിയാണ്, കുട്ടിയാണ്, എന്നുവെച്ചാൽ 25 വയസ്സുണ്ട് അവർ. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ സാക്ഷ്യത്തിലെ ഒരു സംഭവം, ഞാൻ വലിയ ആവേശത്തോടുകൂടിയാണ് ജർമ്മനിയിൽ നിന്ന് വന്നത്. എന്താ കാര്യം? പപ്പയുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അടുത്തേക്ക് വരികയാണല്ല. അവർ കുറേ നാൾ പഠിത്തവും ഒട്ടകപക്ഷനെ പോലെ മണ്ണിൽ തല താഴ്ച വെക്കണ പോലെ പുസ്തകത്തിലും പ്രോജക്റ്റിലും തല താഴ്ത്തി വെച്ച് അവിടുത്തെ നമുക്ക് നിവർത്തിയില്ലെങ്കിലും അവിടുത്തെ ആഹാരം കഴിച്ചു. നമ്മളെന്തൊക്കെ പറഞ്ഞാൽ മലയാളികൾ പുറത്ത് പോകുന്നത് നിങ്ങളവർക്ക് ഒരു ഹാപ്പിയാണെന്ന്. അവരെന്തിനാണ് ഈ കുടുംബത്തൊക്കെ കെട്ടിവരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ചോറും കറിയും കഴിക്കാൻ വേണ്ടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ വീട്ടു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ ഭക്ഷണമൊക്കെ നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ യൂസ്ഡ് അല്ല, നമ്മുടെ ബോഡി യൂസ്ഡ് അല്ല. നമ്മൾ 10-30 വയസ്സ് കഴിഞ്ഞിട്ടല്ല അങ്ങോട്ടൊക്കെ പോണത്. അല്ലെങ്കിൽ കുഞ്ഞുനാൾ പോലെ അവിടെ തന്നെ ജീവിക്കണം. അപ്പോഴേ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരിയാണ് കൂട്ടുകാർ അവർ തന്നെ നല്ല ഭക്ഷണം എന്നൊക്കെയാണ് അവർ പറയണത്. നല്ല ഭക്ഷണം എന്ന് എന്താ? നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ പറയണത്. നമ്മുടെ ഭക്ഷണം നല്ലതാണെന്ന് നമുക്കറിയത്തില്ല. കാര്യം നമ്മുടെ ബോഡിയെല്ലാം വീക്കല്ലേ, നമ്മുടെ ഭക്ഷണം നല്ലതല്ല. ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഹിന്ദിക്കാർ വരെ എന്തുമാത്രം സ്ട്രോങ്ങാണ്. അവരെ പരിപ്പിൻ്റെ ആളൊക്കെ കഴിച്ചിട്ട് കുടവേറൊന്നും ഇല്ലാതെ, എനിക്ക് പോലും കുടവേറ എന്നോട് ചോദിക്കും, ധ്യാനവും കുടവേറൊന്നും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാനെന്ത് ചെയ്യാനാ, ഇരുന്ന് ജോലിയല്ലേ എപ്പോഴും. അതുകൊണ്ട് വേറെ കച്ചാടുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതൊക്കെ നിർത്തി, ചോറൊക്കെ നിർത്തി വരിക. പക്ഷേ എന്ത് സംബന്ധിച്ച് നമ്മുടെ ഭക്ഷണം അത്ര നല്ലതല്ല, പക്ഷെ നമുക്ക് നല്ലതാണ്. നമുക്കത് കഴിക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ ഇവിടെ എന്താ ഈ ഗോകുലകൃഷ്ണൻ പറയണത്, ഞാൻ ഇത്രയും അത്യാഘാതത്തോട് വീട്ടിലോട്ട് വരുമ്പോൾ പപ്പയാണെങ്കിൽ വെള്ളം അടിച്ച് കോടം തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. കാരണം അപ്പോഴീ കല്യാണം കഴിക്കാത്തവർക്ക് പിന്നെ ഉള്ള പെൺപിള്ളേർക്ക് ആർക്ക് പാപ്പടമുള്ളത് ആരാണ്? ആ പച്ചത്തുരുത്തെന്ന് പറഞ്ഞാൽ അപ്പായാണ് ശരിക്കും പറഞ്ഞാൽ. അമ്മയുണ്ട്, പക്ഷെ പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്ത് പറയത്തില്ലെങ്കിൽ അപ്പയുടെ മനസ്സിലേക്കാണ് അവർ വരണത്. ശരിക്കും ആദ്യം ഫസ്റ്റ് ലാൻഡിങ് ചെയ്യണം. ആൺപിള്ളേരാണെങ്കിൽ അമ്മയുടെ മനസ്സിലേക്കായിരിക്കും അവർ വരണത്. അത് വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ മനുഷ്യൻ കുടിച്ച് കോൺതിരിഞ്ഞ് ഒരു പരിചയമില്ലാത്ത പോലെയൊക്കെ നിൽക്കണാകുമ്പോൾ തകർന്നു പോകും, മനുഷ്യൻ തകർന്നു പോകും. അതുപോലെ അമ്മയാണെന്ന് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ രോഗിയുമായിട്ട് കിടപ്പാണ്. അപ്പോൾ ആ സീനെന്ന് പറയുന്നത് കോന്ത്രയാണ് ശരിക്കും പറഞ്ഞാൽ, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പറയണത്, ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നറിയാമോ? ഞാൻ ഹാൻഡിൽ ചെയ്തത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ബ്രെഡിൽ. അപ്പോൾ ഈ അത് ഡെയിലി ബ്രെഡിൽ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈശോ ജോർദാൻ നദിയുടെ പച്ചപ്പിൽ നിന്നാണ് നേരെ മരുഭൂമിയിലേക്ക് പോകുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ ഞാൻ പറയുമ്പോൾ അവിടെ ലൈഫുമായിട്ട് അതിനെ തട്ടിച്ച് നോക്കും. അവർ പിടിച്ചു നിൽക്കണത് എങ്ങനെ? അതാണ്. അപ്പോൾ അവളും ശരിക്കും എന്താ ചെയ്തിരിക്കണത്, അവൾ ആ പച്ചപ്പിൽ നിന്ന് നേരെ അപ്പോൾ വീട്ടിൽ വരുമ്പോൾ വീടല്ലാണ്ടായി തോന്നണ അവസ്ഥ. വീടിൻ്റെ കെമിസ്ട്രി ആകെപ്പാടെ മാറി അത് വേറൊരു കോമ്പൗണ്ടായിട്ട് മാറിയിരിക്കുക, വേറൊരു സംഭവമായിട്ട്. നമ്മുടെ വീടൊക്കെ മാറണമെങ്കിൽ അധികം സമയം വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഇടയ്ക്കിടയ്ക്ക് വീട് മാറിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഓരോരുത്തരുടെ സഭ. ഇപ്പം കെട്ടിയ ഒരാൾ വന്ന് കല്യാണം, ഇപ്പോൾ എക്സ്ട്രാ ഒരു ന്യൂ കമർ കല്യാണം കഴിച്ച് നമ്മുടെ മകൻ്റെ ഭാര്യ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കെമിസ്ട്രി അപ്പം തന്നെ കോമ്പൗണ്ടായിട്ട് വേറെ ഒരു പദാർത്ഥമായിട്ട് വീട് മാറും. ഇതിനെല്ലാത്തിനും അക്കോമഡേറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവെന്ന് പറയണത് അത് ക്രിസ്തു നമുക്ക് തരുന്ന കഴിവാണ്. ക്രിസ്തു ഇല്ലെങ്കിൽ നമ്മളിതിനെ വയലൻ്റായിട്ടും ബ്രൂട്ടലായിട്ടും ആനിമാലിറ്റി ആയിട്ട് കൈകാര്യം ചെയ്യും വിഷയം. ക്രിസ്തു ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ എൻ്റെ കുർബാനയായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നലെ സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ്. അപ്പോൾ അവിടെ വചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ ശാന്തശീലർ അനുഗ്രഹീതരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, താഴെ കിടക്കുന്ന വചനത്തിൻ്റെ താക്കോൽ വെച്ചാണ് ഈ വീട് തുറക്കേണ്ടതെന്ന് പറഞ്ഞു.
എന്താണ്? ശാന്തശീല അനുഗ്രഹരാകുന്ന ഭൂമി കൈവശമാക്കും. അപ്പം നമ്മൾ നിൽക്കുന്ന ഇടത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ശാന്തത വേണമെന്നാണ് ഈ പറയണത്. അല്ലെങ്കിൽ നമ്മൾ വീടൊഴിഞ്ഞ് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ജീവിക്കാത്തതും കണക്കായിട്ട് വരും. ശാന്തത. അപ്പം അത് എങ്ങനെയാണ് ആ ശാന്തത ഉണ്ടാക്കണത്? ആ ശാന്തത ഉണ്ടാക്കണതിൻ്റെ താഴെ ഒരു വചനമുണ്ട്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുകയും സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം. മത്തായി 5:11-12 തിരുവചനങ്ങൾ. 5:11 എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. വളരെ കൃത്യമാണ്. അതിൻ്റെ അകത്ത് മുകളിൽ പറയുന്ന സുവിശേഷ ഭാഗ്യങ്ങളാണ് വിഷയം. ആ സുവിശേഷ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയേ. ശാന്തശീലർ, മത്തായി 5:3 തിരുവചനങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശം. എൻ്റെ പ്രിയപ്പെട്ട ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ വിലപിച്ചാലും ശാന്തത ശീലമാക്കിയാലും എന്ത് ബേസിലായിരിക്കണം അങ്ങനെ ചെയ്യണത്? വിലപിക്കണമെങ്കിൽ എന്നെ പ്രതി, അതാണ് വിഷയം. എല്ലാം സോൾവ് ചെയ്യണതും സമാധാനം ഉണ്ടാക്കുന്നതും ആരാണ്? ഈശോയാണ്. ശരിക്കും ഒരു വിഷയം. കർത്താവ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കാനും, ഒരിക്കലും നിങ്ങൾ പഴയ ഈ കെമിസ്ട്രി കുടുംബത്തിൻ്റെ ഈ പദാർത്ഥം പുതിയ ഒരു എലമെൻ്റ് വന്ന് ഒരു ഫോറിൻ എലമെൻ്റ് വരുമ്പോഴും അത് പിന്നീട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണവരെയുള്ള പ്രോസസ്സ്, ട്രാൻസിഷൻ ടൈമില്ലേ, ആ ട്രാൻസിഷൻ ടൈമിൽ എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായ? ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അല്ല അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചാടിക്കയറി അങ്ങനെ ഞാൻ നീ എന്ന് പറയരുത്. ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അവിടെ ഇതൊരു കൾച്ചറിങ്ങിൻ്റെ ടൈമാണ് ശരിക്കും. അവിടെയാണ് ഈശോ ഇപ്പോൾ നിങ്ങൾ ശാന്തത കാണിച്ചാലും നിങ്ങൾ വിലപിച്ചാലും അതെന്താണ്? ചില കാര്യം റീഫണ്ടബിൾ അല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു അപ്പം തന്നെ ഉത്തരം കിട്ടുന്നതാണ് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പം തന്നെ അതിൻ്റെ റെഡിമെയ്ഡ് ആൻസർ കിട്ടുന്നു. പക്ഷേ ഈശോ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് റെഡി ടു ആൻസർ, എന്താണ് ഇൻസ്റ്റൻറ്റ് പോലെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞു ചുമ്മാ കൊണ്ടുപോയി ഒന്ന് ഓവനിൽ കാണിച്ചിട്ട് കഴിക്കാൻ പറ്റിയ സാധനമായിട്ടല്ല. അത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ റീഫണ്ടബിൾ ആകത്തുള്ളൂ. കോശമണി പോലെയാണ്. കോശമണി നമ്മൾ കോളേജ് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് കുറച്ച് പണം അവിടെ അടക്കണം. ഇവർ വരെ തല്ലിയോ പൊട്ടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അതിന് പണം പിടിക്കാൻ വേണ്ടി ആക്കണം. ചില സംഭവങ്ങൾ കോശമണി പോലെയാണ്, തിരിഞ്ഞു പോരുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളത്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റീഫണ്ടബിൾ അല്ല, അപ്പം തന്നെ കിട്ടത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ക്ഷമിക്കുന്നു, ചില കാര്യങ്ങൾ ഏകപക്ഷീയമായി ക്ഷമിക്കുന്നു, അതിൻ്റെ പേരിൽ അടുത്ത ആഴ്ച ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇരിക്കത്തില്ല. ഞാൻ ക്ഷമിച്ചു, കാര്യം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കർത്താവ് എങ്ങനെ ഞാൻ ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ കർത്താവ് ജോലി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇങ്ങനെ ഇൻ്റർകണക്ട് ചെയ്യേണ്ട. ചില കാര്യങ്ങൾക്ക് ചില മേജറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, മൈനർ കാര്യങ്ങൾ ഓക്കെയാണ്. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരിക്കലും റീഫണ്ടബിൾ അല്ല. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പം നിങ്ങൾ ഓർക്ക് എന്താ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഗുരുതരമായി നിങ്ങൾക്ക് നഷ്ടം വരുന്നൊരു കാര്യം നിങ്ങൾ ഈശോയെക്കുറിച്ച് ചെയ്തെന്ന് വിചാരിച്ചോ, അതിന് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രതിഫലം കിട്ടത്തില്ല. എന്താ കാര്യം? അത് കാരി ഓവർ ചെയ്തിരിക്കുന്നത് ഇറ്റേണൽ അക്കൗണ്ടിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് ഈശോ പറയണത്. എന്താണ്?
അവസാനം പറഞ്ഞ വചനം 5:11 എന്താ? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ. ഇതാണ് മേജർ എന്ന് പറയുന്നത്. വേജമായിരിക്കും, ആ സംഭവത്തിൽ സത്യം ഉണ്ടാകത്തില്ല. വേജമായി നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ കോടതി വരെ പോകും. ചിലപ്പോൾ നിങ്ങൾ വാശി പിടിച്ച് വിവാഹമോചനം വരെ ആവശ്യപ്പെടും. കാര്യം നിങ്ങൾ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഒരു ഭർത്താവ് എൻ്റെ അടുത്ത് കൊച്ചിനെ കാണിച്ച് പറഞ്ഞ് ഈ കൊച്ചിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണെന്ന്. ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോയില്ല. എന്തിനാണ് അവനെ കൂടെ തോന്നിയവാസത്തെ ഏറ്റുപറയിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ കർത്താവ് ആ വിഷയം ഒരു കൊച്ചു ജനിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞ് പെശകി ഭർത്താവും ഭാര്യയായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് രണ്ടുപേർക്കും അറിയാം, വലിയ കഥയൊന്നും ഇല്ലെന്നറിയാം. പക്ഷേ ഒരു വാശിയാണ് അവിടെ വർക്ക് ചെയ്യണത്. ഈ വാശി വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അവൾ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവൻ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് മുടി നിരക്കണമെന്ന് കോടതി തോക്കണം എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സാധനത്തിനെ കെട്ടിയെടുത്താൽ പിന്നെ അത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിനെ ആശ്രയിച്ച് മേടിച്ച സാധനമാണെങ്കിൽ അതിനെ കളയാതിരിക്കുന്നതാണ് എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലത്.